പുരുഷനെ ഒരിക്കലും സ്ത്രീ ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ ഉസാഫിഹു നിസാ, ഞാൻ സ്ത്രീകളെ ഹസ്തദാനം ചെയ്യുകയില്ല, അന്യ സ്ത്രീകളെ ഞാൻ ഹസ്തദാനം ചെയ്യുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദു ഇംറഅത്തിൻ ഖത്തു, റസൂലുള്ളാഹിന്റെ കൈ ഒരിക്കൽ പോലും ഒരു അന്യ സ്ത്രീയുടെ കൈയെ സ്പർശിച്ചിട്ടില്ല. ഗൈറ അൻഹു ബായഅഹുന്ന ബിൽ കലാം, അവിടുന്ന് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് പോലും സംസാരത്തിൽ മാത്രമേ ബൈഅത്ത് ചെയ്യാറുള്ളൂ. എന്നാൽ മറ്റു പുരുഷന്മാരാണ് വരുന്നതെങ്കിൽ കൈ പിടിച്ചുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് മുസ്ലിം ഭരണാധികാരികൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൈഅത്ത് എന്ന് പറയുന്നത്. ആ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ കൈ പിടിച്ചിട്ടില്ല, ഒരു അന്യ സ്ത്രീയുടെ കൈ പിടിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? കല്യാണ വീടുകളിലും മറ്റും കസിൻസ് ആണ്, മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ അന്യ പുരുഷന്മാരുടെ കൈകൾ പിടിക്കുകയാണ്. അതൊന്നും യാതൊരു കുഴപ്പമുള്ളതായി കാണുന്നില്ല. കോളേജുകളിലും ക്യാമ്പസുകളിലും അന്യ പുരുഷന്മാരുടെ കൈകൾ സ്പർശിക്കുന്നതിനോ കൂടെ ഇരിക്കുന്നതിനോ യാതൊരു കുഴപ്പവും കാണുന്നില്ല. ഇതെല്ലാം സർവ്വ സാധാരണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്ത്രീകൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർ അന്യ പുരുഷന്മാരെ സ്പർശിക്കുന്ന ഒരുമിച്ചിരിക്കുന്ന അവസ്ഥകളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല.